നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള പോലീസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള പോലീസിലേക്ക് നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കേരള PSC പുറത്തിറക്കിയ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതാണ് കേരള PSC നവംബർ 30 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 30. അപ്പോൾ ഡിസംബർ 30 രാത്രി 12 മണി വരെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന സമയം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 300/2020 ആണ്. നിങ്ങൾക്ക് കേരള PSC ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും യോഗ്യരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഇനി ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിന് വേണ്ട യോഗ്യതകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്കെയിൽ ഓഫ് പേ 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ST കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ്. 30 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 22,200 രൂപ മുതൽ 48,000 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. സ്ത്രീകൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് നിലവിൽ അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. അതായത് 2/1/1989 1/1/2002 ഇടയിൽ ജനിച്ച ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. SSLC പാസ്സായിരിക്കും എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടത്. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ അതായത് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ്, ബാഡ്ജോട് കൂടിയ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കും. അത് ഇപ്പോൾ നിലവിൽ വാലിഡ് ആയിരിക്കുകയും വേണം. അതായത് അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ നൽകിയിരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്റ്റീവ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ്, ബാഡ്ജോട് കൂടിയ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക്, കേരള പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ST കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്നൊരു ലൈസൻസ് കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിലൊരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് ശേഷം കേരള PSC നടത്തുന്ന OMR എക്സാമിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ഹെവി മോട്ടോർ വെഹിക്കിൾസ്, അത് കേരള PSC നടത്തുന്ന ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് വഴിയായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രൊഫിഷ്യൻസി അവർ അളക്കുക. അതായത് നിങ്ങൾക്ക് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടി വരും. അപ്പോൾ എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരുന്നത്. പിന്നെ പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു H ടെസ്റ്റ് ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന പോലെ തന്നെ ഒരു H ടെസ്റ്റ് ഉണ്ടായിരിക്കും. H ടെസ്റ്റ് പാസ്സായതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് H ടെസ്റ്റിൽ ഫെയിൽ ആവാൻ പാടില്ല, ഏത് ടെസ്റ്റിലും ഫെയിൽ ആവാൻ പാടില്ല എന്നാണ് നൽകിയത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ബാഡ്ജോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക്, എന്തായാലും ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആളുകൾക്ക് എന്തായാലും ഇത് ഓടിക്കാൻ അറിയുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഡ്രൈവർ വേക്കൻസി ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഡ്രൈവർ പോസ്റ്റ് ആഗ്രഹിക്കുന്ന, കേരള പോലീസിൽ ഡ്രൈവർ ആവാൻ ആഗ്രഹിക്കുന്ന ഹെവി ഡ്യൂട്ടി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾ, 10ാം ക്ലാസ് പാസ്സായ ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റ് വളരെ മികച്ചൊരു പോസ്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. പിന്നെ സാധാരണ കേരള പോലീസിലേക്കുള്ള സെലക്ഷന് പോലെ തന്നെ അവർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു 5-8 കാറ്റഗറിയുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ അവർക്കുണ്ടായിരിക്കും. അത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായി വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഇവിടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ അധികം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ്. മാത്രമല്ല നിങ്ങളുടെ കേൾവി ശക്തി പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഐസൈറ്റ് നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ എന്നീ 2 വിഷൻ കാറ്റഗറിയിലായി നിങ്ങൾക്ക് റൈറ്റ് വലത് കണ്ണിലും ഇടത് കണ്ണിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള
വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് അഥവാ കാഴ്ചശക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നാണ് നൽകിയിരുന്നത്. കണ്ണട ഉപയോഗിക്കാതെയുള്ള കാഴ്ചശക്തിയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6x6 സ്നെല്ലൻ, അതുപോലെ തന്നെ 0.5 സ്നെല്ലൻ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ എന്നീ കാറ്റഗറിയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്. കാരണം ഡ്രൈവർ വാക്കൻസിയിലേക്കാണ് അപേക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ കാഴ്ചശക്തി അവർ എന്തായാലും തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അത് നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അത് ആവശ്യമില്ല. എക്സാമിൽ തന്നെ പാസ്സായതിനു ശേഷം നിങ്ങളെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് കേരള PSC ക്ഷണിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് അവിടെ ഹാജരാക്കേണ്ടി വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറുകളുടെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ ഒരു മോഡൽ കോപ്പി എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഒരു മെഡിക്കൽ സർജൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അതായത് ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഐ സൈറ്റ് വിത്തൗട്ട് ഗ്ലാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് നിങ്ങളിത് വാങ്ങി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടറിൽ നിന്നുമാണ്, നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറിൽ നിന്നുമാണ് നിങ്ങൾ ഇത് വാങ്ങി വെക്കേണ്ടത്. അപ്പോൾ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാഴ്ചശക്തി അളക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് ഒഫ്താൽമോളജിസ്റ്റ്, ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുന്ന ഒഫ്താൽമോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പോൾ ഇതെല്ലാം, അതായത് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ആവശ്യപ്പെടും. നിങ്ങൾ അതായത് നൽകിയിട്ടുണ്ട്, അതായത് ഗവൺമെൻറ് സർവീസ്, അതായത് ദാറ്റ് ഷുഡ് ബി അപ്ലോഡഡ് ഇൻ ദർ പ്രൊഫൈൽ അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ്റെ സമയത്താണ് നിങ്ങൾക്ക് അത് ആവശ്യമായി വരികയുള്ളൂ. അത് നിങ്ങളോട് അവർ ആവശ്യപ്പെടും എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, എക്സാമിന് ശേഷമായിരിക്കും പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുക. ഇനി താഴെ ഇവിടെ നൽകിയിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മോഡൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാഴ്ചശക്തി അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അത്തരത്തിൽ 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒഫ്താൽമോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുമാണ് വാങ്ങേണ്ടത്. ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുന്ന ഒഫ്താൽമോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ പറയുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാഴ്ചശക്തി അളക്കുന്ന ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക. അതിൻ്റെ ഫോമിൻ്റെ മാതൃക നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കണം നിങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഈ ഒരു ഫോമിലായിരിക്കണം നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇതിലാണ് നിങ്ങൾ ഈ ഒരു ഫോമിലാണ് നിങ്ങളത് സീലോട് കൂടി നിങ്ങളത് വാങ്ങേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതിൽ നിങ്ങളുടെ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളെല്ലാം പതിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കിയതിന് ശേഷം അതിലാണ് നിങ്ങൾ അത് വാങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റെ മാതൃക ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ പാർട്ട് ബി, അതായത് രണ്ടാമതൊരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫോം, ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ്. അത്തരത്തിൽ 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫോം ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോം ആ ഒരു അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നുമാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് വാങ്ങേണ്ടത്. അത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം അവർ നിങ്ങൾക്ക് സീലും എല്ലാം വെച്ച് തരും. നിങ്ങളുടെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നൽകിയതിന് ശേഷമായിരിക്കും നിങ്ങളത് പിന്നീട് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യേണ്ടിയോ വരിക. അപ്പോൾ അതെല്ലാം പ്രത്യേകം ചെയ്യുക. ഇതെല്ലാം എക്സാമിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സാമിന് മുമ്പേ ഇതൊന്നും ആവശ്യപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷൻ നൽകിയിരുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പോലീസ് സെലക്ഷനിൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, പകരം നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾവിശക്തിയും കാഴ്ചശക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ്, അത്തരത്തിലുള്ള കാര്യം, ഹൈറ്റ്, ചെസ്റ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ആരോഗ്യമുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡ്രൈവർ പോസ്റ്റിലേക്ക് മാത്രമേ നിങ്ങളുടെ കൈവശം ഹെവി ഡ്യൂട്ടി ലൈസൻസ്, അതായത് ഹെവി വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങളുടെ കൈവശം, വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ഇവിടെ നൽകിയത്. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. 30ഓളം ഒഴിവുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക്, ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് അറിയുന്ന, ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം 30ഓളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള PSCയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് കേരള PSCയുടെ ആ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ 300/2020 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ട് മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് കേരള പോലീസിലേക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST കാറ്റഗറിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.